ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ വീണ്ടും അറിയിക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 4:20 വാക്യം, ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിലത്രയാകുന്നു എന്ന അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്യമാണല്ലോ. അഥവാ ലോകത്ത് പലതിൻ്റെയും അതിൻ്റെ വിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ പരസ്യത്തിനോ അല്ലെങ്കിൽ സാധന സാമഗ്രികളുടെ വിൽപ്പനയ്ക്കോ വോട്ട് പിടിക്കുന്നതിനോ ഇതിനൊന്നും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരിക്കലും ആവശ്യമില്ല. കുറച്ച് ഭാഷാപാണ്ഡിത്യവും വാചക കസർത്തും വശീകരണ തന്ത്രവുമൊക്കെ ധാരാളം അതിന് മതിയാകും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 2:5 പൗലോസ് പറയുന്നത്, അഥവാ എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാലല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത് എന്നാണ് പൗലോസിന് വീണ്ടും പറയുവാനായിട്ട് ഉണ്ടായിരുന്നത്. ചില വശീകരണ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പാണ്ഡിത്യം കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. ബൈബിൾ സ്കൂളിലെ പഠനവും ജ്ഞാനവും ഒക്കെ വളരെ നല്ലതാണ്. എന്നാൽ ആ പാണ്ഡിത്യം കൊണ്ട് മാത്രം ദൈവത്തിൻ്റെ വചനം ശക്തിയോടെ അറിയിക്കുവാനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. 1 തെസ്സലോനിക്യ ലേഖനം 1:5 ഞങ്ങളുടെ സുവിശേഷം വെറും വചനമായി മാത്രമല്ല, ശക്തിയോടും ബഹുനിശ്ചയത്തോടും പരിശുദ്ധാത്മാവോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത് എന്നാണ് വീണ്ടും പൗലോസിന് പറയുവാനായിട്ട് ഉള്ളത്. അതേപോലെ തന്നെ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു എന്ന് താൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇവിടെയെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടെ ബഹു നിശ്ചയത്തോടുകൂടെ ദൈവത്തിൻ്റെ ആ വചനം അറിയിച്ചപ്പോഴാണ് ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ, വിടുതലുകൾ നടക്കുവാൻ, പാപികൾ മാനസാന്തരപ്പെടുവാൻ, ഭൂതങ്ങൾ അലറി ഓടുവാൻ ഒക്കെ ഇടയായിട്ടുള്ളത് എന്ന് നമുക്ക് അപ്പോസ്തലന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് അന്നും ഇന്നും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരാണ് പുതിയ നിയമ ശുശ്രൂഷകന്മാർ എന്ന് ദൈവവചനം വ്യക്തമാക്കുകയാണ്. ഒരുപക്ഷെങ്കില് ഡയറക്ടർ, പ്രസിഡന്റ് തുടങ്ങിയ പദവികള്, അതേപോലെ കൗൺസിലിലും ജനറൽ ബോഡിയിലും ചെലുത്തുന്ന സ്വാധീനം കൊണ്ടും കൗശല ബുദ്ധി കൊണ്ടും അത് കരസ്ഥമാക്കി എന്ന് വരാം. എന്നാൽ ശുശ്രൂഷ എന്നത് അത് കർത്താവ് നൽകുന്നതാണ്. പൗലോസ് പറയുന്നത്, പ്രാണനെ പോലും വിലയേറിയതായി എണ്ണാതെ കർത്താവ് തന്ന ശുശ്രൂഷ തികയ്ക്കണം എന്ന ആഗ്രഹം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം അത് ശക്തിയുള്ളതാണ്. ഏത് കഠിന ഹൃദയത്തെയും അത് രൂപാന്തരപ്പെടുത്തുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ഏത് ബന്ധനത്തെയും അഴിക്കുന്നതാണ്, ഏത് രോഗത്തെയും അത് ഖനിക്കുന്നതാണ്. പക്ഷെങ്കിൽ അവിടെ ആവശ്യമായിരിക്കുന്നത് ശുശ്രൂഷകന്മാർക്ക് മാത്രമല്ല, ഈ ദൈവവചനം ധ്യാനിക്കുന്ന ഏവർക്കും അത് എപ്പോഴും അതിൻ്റെ പൂർണ്ണതയിൽ ധ്യാനിക്കുവാനും എടുത്തുപയോഗിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി അത് നാം അംഗീകരിക്കുന്നുവെങ്കിൽ, ഏറ്റെടുക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ ദൈവ ശക്തി നമ്മളിൽ പകരപ്പെട്ടുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ദൈവവചനം ബോധ്യമാക്കുന്നത്. ആ ദൈവകൃപയ്ക്കായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വചനം തിരുവചനം ദൈവവചനം
നിത്യവചനം. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. വചനം വഴിയായി തന്നെ സമസ്തവും ഉലകത്തിലുമുണ്ടായി. വചനം വഴിയായി തന്നെ സമസ്തവും ഉലകത്തിൽ